നിന്നെ ഞാൻ പൂക്കടയിൽ നോക്കി, അവിടെ കാണാത്തപ്പോ ക്ഷേത്ര പരിസരത്ത് ഉണ്ടാവുമെന്ന് മനസ്സിലായി. അതാ ഇങ്ങോട്ട് വന്നത്. ദേവൂട്ടി, നിന്റെ വിരലിൽ കിടന്ന ആ മോതിരം നിനക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാം. അമ്മയുടെ ശബ്ദം തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് നീ മറ്റൊന്നും ആലോചിക്കാതെ അമ്മയുടെ വിരലിൽ അണിയിച്ചത്. അതൊക്കെ തിരിച്ചു കിട്ടി. പക്ഷേ ഞാൻ ആ മോതിരം തിരിച്ചു നിന്നെ ഏൽപ്പിക്കുന്ന കാര്യം അമ്മയോട് പറഞ്ഞു. അപ്പോ അമ്മയ്ക്കതിലെന്തോ താല്പര്യമില്ലാത്ത പോലെ. നീ ആവശ്യപ്പെട്ടാൽ മാത്രമേ അത് തിരിച്ചു തരുമെന്നാ അമ്മ ഇപ്പൊ പറയുന്നത്. അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത്. അമ്മയുടെ ശബ്ദവും തമ്പിയച്ഛന്റെ കാലിന്റെ വേദനയും മാറിയ സ്ഥിതിക്ക് ആ മോതിരം നിന്നെ തിരിച്ചേൽപ്പിക്കണമെന്ന് ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടതാ. പക്ഷേ അമ്മയ്ക്കത് എത്ര പറഞ്ഞിട്ടും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് നീ നേരിട്ട് വന്ന് അമ്മയോട് ആ മോതിരം ആവശ്യപ്പെടണം. അത് പറയാനാ ഞാൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നത്. ആ മോതിരം നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് വിദ്യാമ്മ അറിഞ്ഞാലോ? അല്ല, നീ അതിനെക്കുറിച്ച് എന്തെങ്കിലും വിദ്യാമ്മയോട് പറഞ്ഞോ? ശിവപ്രിയയുടെ കാര്യത്തിൽ വിദ്യാമ്മ നല്ല സങ്കടത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. ശിവപ്രിയയുടെ കാര്യത്തില് എന്തെങ്കിലും ഒരു തീരുമാനം ആവട്ടെ ആദ്യം. അല്ല, വിദ്യാമ്മ ഇപ്പോ ക്ഷേത്രത്തിലാണോ അതോ സത്രത്തിലാണോ? വിദ്യാമ്മ ക്ഷേത്രത്തിലാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയി വിദ്യാമ്മയെ കാര്യം ധരിപ്പിക്കാം. വിദ്യാമ്മേ. സന്ദീപോ? നമസ്കാരം. അമ്മയെ പിന്നെ ഇങ്ങോട്ട് കണ്ടതേയില്ലല്ലോ. അമ്മ വന്നിരുന്നു. വിദ്യാമ്മ പറഞ്ഞനുസരിച്ച് ദേവൂട്ടിയുടെ സമീപത്തിൽ ദേവീ മന്ത്രം ഉരുവിടാനായി. അതെയോ? എന്നിട്ട് എന്തായി? വിദ്യാമ്മ ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് എന്തോ ഒരു സംശയം പോലെയായിരുന്നു. പക്ഷേ ദേവൂട്ടി ആ സമയം അവളുടെ മോതിരം ഊരി അമ്മയെ അണിയിച്ചു. എന്നിട്ട് എന്താ ഉണ്ടായേ? അത്ഭുതം എന്നല്ലാതെ എന്ത് പറയാന്. അമ്മയ്ക്ക് അപ്പൊ തന്നെ ശബ്ദം തിരിച്ചു കിട്ടി. അത് മാത്രമല്ല, തമ്പിയച്ഛന്റെ കാലിന്റെ വേദനയും നിശേഷം മാറി. ആഹാ, അതെയോ? അതൊരു നല്ല കാര്യമാണല്ലോ. പക്ഷേ പ്രശ്നം അതല്ല വിദ്യാമ്മേ. അമ്മയുടെ ശബ്ദം തിരിച്ചു കിട്ടിയ ശേഷവും ദേവൂട്ടി അണിയിച്ച മോതിരം അമ്മ ദേവൂട്ടിക്ക് തിരിച്ചു കൊടുക്കാൻ തയ്യാറല്ല. അത് ശരി. ദേവൂട്ടി അത് അമ്മയ്ക്ക് സമ്മാനിച്ചതാണെന്നാണ് അമ്മയുടെ ഭാഷ്യം അല്ലേ? അതേ വിദ്യാമ്മേ. ദേവൂട്ടി ഇനി ഒരിക്കലും അത് തിരിച്ചു വയ്ക്കില്ലെന്നാ അമ്മ പറയുന്നേ. പക്ഷേ ആ മോതിരം ദേവൂട്ടിക്ക് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാം. അമ്മയെ നേരിൽ കണ്ട് അവളോട് തിരിച്ചു വയ്ക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ദേവൂട്ടി അതിന് ഒരിക്കലും തയ്യാറല്ല വിദ്യാമ്മേ. ആത്മാഭിമാനമുള്ള ആരും അങ്ങനെ ചെയ്യില്ലല്ലോ. അറിഞ്ഞ് സഹായിച്ചവരോട് ഔചിത്യപൂർവ്വം പെരുമാറേണ്ടത് സഹായം സ്വീകരിച്ചവരുടെ കടമയല്ലേ? പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ സന്ദീപേ. ദേവൂട്ടിയുടെ വിരലിൽ ആ മോതിരം ഇല്ലെങ്കിൽ അവളുടെ ജീവിതം കൂടുതൽ ദുരന്തപൂർണമാവും. അതെനിക്കറിയാം വിദ്യാമ്മേ. പക്ഷേ അമ്മ എത്ര പറഞ്ഞിട്ടും അതിന് തയ്യാറല്ല. അത് ഭീതിയിൽ നിന്നും സംശയത്തിൽ നിന്നും ഉണ്ടാവുന്ന ഒരുതരം വാശിയാണ്. ആ വാശി ദൂരീകരിച്ച് മോതിരം അവളെ തിരികെ ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം സന്ദീപിനാണ്.
ആ ഉത്തരവാദിത്വം സന്ദീപ് ഏറ്റെടുക്കുകയും വേണം. ഇല്ലെങ്കിൽ അതിന്റെ വൈഷമ്യങ്ങൾ അനുഭവിക്കുന്നത് ദേവൂട്ടിയായിരിക്കും. അത് ഓർമ്മ വേണം.